എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ. നമുക്ക് ഈസ്റ്റർ ആയിട്ട് പോർക്ക് വെച്ചാലോ? വെക്കാലോ, അതിനെന്താ. അന്ന് ഞാൻ പോയി വാങ്ങിക്കൊണ്ടിരാം. ഞാനും വരാം. എന്താന്ന് വെച്ചാൽ ഞാൻ പോർക്ക് മാർക്കറ്റ് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഒന്ന് കാണും ചെയ്യാ, നല്ല പോർക്ക് നോക്കി എടുക്കും ചെയ്യാം നമുക്ക്. അപ്പൊ പോയി വരാം. എവിടേക്കാ പോണത്? കുന്നംകുളത്ത് പോയി പോർക്ക് വാങ്ങിച്ചു വരാം. ഞങ്ങൾ പോർക്ക് വാങ്ങിക്കാൻ വന്നതാ. ഇന്ന് സാറ്റർഡേ സ്പെഷ്യലായിട്ട് കുന്നംകുളത്ത് പോർക്ക് കിട്ടുന്ന ഒരു ദിവസമാണ്. കണ്ടോ, പിന്നെ പ്രത്യേകിച്ച് ഈസ്റ്റർ അല്ലേ. അതെ, ഇത് നെയ്യ്, ഇത് ഫുള്ള് നെയ്യാ. ഈ വൈറ്റില്ലേ, അല്ല ഇത് മൊത്തം ഇതാവുമ്പോ ഇത് നെയ്യിന്റെ അതിൽ കുറച്ച് നല്ല കട്ടിയാണ്. അങ്ങനെ പോർക്ക് മേടിച്ചു. കിലോ 400 റുപ്യട്ടാ. 300 ഉണ്ടായിരുന്നല്ലോ, 250 300 ഉണ്ടായിരുന്നല്ലോ മുമ്പ്. ഞാൻ ആദ്യമായിട്ടാ ഇതാണ് കുന്നംകുളം മാർക്കറ്റ്, പഴയ മാർക്കറ്റ്. പക്ഷെ വേറെ മാർക്കറ്റ് ഉണ്ട്. ഇത് ഇറച്ചി മാത്രമായിട്ടുള്ള ബീഫ് എല്ലാം ഉണ്ട് ഇവിടെ. ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ചിടാം പാത്രത്തിൽ. നല്ല പോർക്കാട്ടാ കിട്ടിയത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ തന്നൂട്ടാ ആള്. ഇതെന്താ, ആഹാ, ഇതാ ഇതൊക്കെയാ. ഇവിടെ ഒറ്റിക്കില്ല. ഞാനേ ഇത് പുറത്ത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടാ. അങ്ങനെ ഇപ്പം ഞാൻ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നു. ഇതാ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തത്. കട്ട് ചെയ്ത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഈ സ്പൂണിൽ 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇടും. അപ്പോൾ ഇത് പുരട്ടിയിട്ട് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണി കഴിഞ്ഞു. പോർക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഏത് മോഡലാണ്? എന്താണ്? എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാലും ബ്ലാക്ക് കളർ ആവണമെങ്കിൽ ബ്ലാക്ക് കളർ ആവണമെങ്കിൽ നമുക്ക് കൂർഗ് സ്റ്റൈലിൽ ഉണ്ടാക്കാം. കൂർഗ് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റുമോ? കൂർഗ് സ്റ്റൈലിൽ റോസ്റ്റ് ഉണ്ടാക്കാം. ആയിക്കോട്ടെ. പോർക്ക് റോസ്റ്റ് കൂർഗ് സ്റ്റൈലിൽ ഉണ്ടാക്കാം. അപ്പം അതിനുള്ള മസാല ഞാൻ കാണിച്ചു തരാം. അത് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള മസാല അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ മസാല ഇട്ടിട്ട് അത് പറഞ്ഞു തരാം. അപ്പം അതിനുള്ള മസാല ഞാനിതാ പട്ട എടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം, ഒരു 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 കിലോ ഇറച്ചിയുണ്ട്. അതിനുള്ള മസാല ആയിട്ട് ഇപ്പം കാണിച്ചു തരുന്നത്. ഇത് മുഴുവൻ മല്ലി 2 ടീസ്പൂണ്. ഇത് കരിവേപ്പില അതിനുള്ളത് കേട്ടോ, വറുക്കാനുള്ളത്. കുരുമുളക് ഇത് 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇത് ടേബിൾ സ്പൂൺ ആട്ടാ. 2 ജീരകം, ചെറിയ ജീരകം ഇത്ര മതി. ഇത് കടുക്, 1 2 ഉലുവ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ ഒക്കെ മതി.
അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മല്ലി ആദ്യം ഒന്ന് ഇട്ടെടുക്കാം. കടുക് ഉരുളുണ്ടല്ലേ? അത് കുഴപ്പമില്ല. അത് കുറച്ച് നേരം ഒന്ന് ബ്ലാക്ക് കളറാവണം. അപ്പോൾ ഏട്ടൻ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പത്തേക്ക് ഞാനതിൽ മുളക് കൂർഗിൽ എങ്ങനെ എത്തി ചോദിച്ചാൽ, ഞാൻ ജനിച്ച് വളർന്നത് കൂർഗിലാണ്. പിന്നെയാണ് ഞങ്ങൾ കോഴിക്കോട് വന്ന് സെറ്റായത്. അതുകൊണ്ട് കൂറുകിലത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഒരുവിധം എല്ലാം അറിയാം. കൂറുകത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയും എല്ലാം അറിയാം. എന്ന് പറഞ്ഞാൽ ഈ പോർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, അവിടെ കല്യാണത്തിന് അവിടെ കൂറുക് എന്ന് പറഞ്ഞാൽ അവിടെ അധികം ആൾക്കാരുള്ള കൊടകന്മാരാണ്. അവരെ കല്യാണത്തിനൊക്കെ ഈ ഫോർക്കാണ് മെയിൻ ആയിട്ടുള്ള സാധനം. അവരെ കല്യാണത്തിന്റെ മെയിൻ സാധനമാണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് വേറെ എന്തോ അടുത്തൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തോ. അങ്ങനെയാണ് ഇത് ഞാൻ പഠിച്ചത്. ഇത് കഴിക്കാൻ പഠിച്ചതും അവിടെ നിന്ന് തന്നെയാണ്. പോർക്ക് കഴിക്കാൻ പഠിച്ചത്. ഞങ്ങളെല്ലാവരും കഴിക്കൂട്ടാ. ഞങ്ങളെ വീട്ടിലെല്ലാവരും കഴിക്കും. അങ്ങനെ ഇത് ചൂടായി വരുമ്പോൾ ഉലുവ ഇത് ഇട്ട് കൊടുക്കണേ. ഉലുവയും ഏലക്കായ. അത് പൊട്ടിത്തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞത് കേട്ടപ്പോഴേ എല്ലാരും അവിടെ കഴിക്കും, കല്യാണത്തിന് ഇതാണ് വളമ്പിടുന്നൊക്കെ കേട്ടപ്പോഴേ എന്തൊരു അതിശയം പോലെ. പക്ഷെ കഴിക്കില്ല അല്ലേ? അതില് കഴിക്കാതൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ അങ്കമാലി സൈഡൊക്കെ ഇത് തന്നെയല്ലേ, അങ്കമാലി ഇവിടെയൊക്കെ. അതിൽ അവരൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈല് വേറെയാ. ശരിക്കും ഒറിജിനൽ ടേസ്റ്റ് കിട്ടണ ഇത് ഇങ്ങനെ ഉണ്ടാക്കണം. ഇതാണ് അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ്. ഇവിടെ പിന്നെ കുറെ ആൾക്കാർ തേങ്ങ കൊത്തിട്ടിട്ട് വറക്കും, തക്കാളി ഇടും. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങള് ഇതിങ്ങനെ തക്കാളി ഒന്നും ഇടില്ല. ഇതിങ്ങനെ ഈ ഒരു ഇതിലാണ് വർക്ക് ചെയ്ത. കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അതിൻ്റെ ഒപ്പം തന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് കുറേ നേരം ഉരുണ്ട് കളിക്കുന്നു. പട്ട ഇട്ട് കൊടുത്തു. ജീരകം ലാസ്റ്റ് ഇടാം. ഈ മസാല പോർക്കിന് മാത്രമല്ല കേട്ടാ, ഇത് ചിക്കൻ കറി ഉണ്ടാക്കാൻ എടുക്കുക, വേറെ എന്തെങ്കിലും വെജിറ്റേറിയൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊക്കെ ഇടുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ ഇതേപോലെ തന്നെ നമ്മൾ ഈ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കില്ലേ, അതുപോലെ ഈ മസാല ഇട്ടിട്ട് പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയ പോർക്ക് ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ചിക്കനും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയ. ഇതാ പൊട്ടുന്ന സൗണ്ട് കേട്ടാ. ഇങ്ങനെ കടുകും മല്ലിയും എല്ലാം കൂടിയിട്ട് ഇനിയിപ്പോൾ ഇത് ജീരകം ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ എടുത്ത ഇറച്ചിക്കുള്ള മസാലയാണ് ഇട്ടത്. 1.5 കിലോ ഇറച്ചി. അപ്പോൾ അതിനുള്ള മസാലയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ തോനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലേ, എപ്പോഴും ഉണ്ടാക്കൂലല്ലോ ഈ റെസിപ്പി. അതാണ് നല്ല പൊട്ടി ഇതാ ഈ കളറിലായി വന്നു. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം. പൊട്ടുന്ന സൗണ്ട് കേട്ടില്ല. ഇനി നമുക്കിതിൽ ഇതിനുള്ള കരിവേപ്പില എടുത്ത് വെച്ചത് ഒന്ന് വറുത്തെടുക്കാം. കരിവേപ്പില നമ്മൾ എത്ര ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആട്ടോ അതിന്. ഇതിങ്ങനെ നല്ല മുരുമുരു ആവണം. ഓക്കെ, ഇങ്ങനെ ഈ പാകത്തിനാവണം. സൗണ്ട് കേട്ടാ. ഇത് ഓഫ് ചെയ്യാം. പാത്രത്തിലിട്ടിട്ട് ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ മസാല ഇതാ പൊടിച്ചു കൊണ്ടുവന്നു. ഇത് നോക്കിയ കളറ് നോക്കിയേ, ഈ കളറ് വരണോ? കോഫി കളറായി. നമുക്ക് ഇതൊരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? അതിന്റെ സ്മെല്ല് പോവും. അതിന്റെ സ്മെല്ല് നോക്കിയാ, ഇതൊന്ന് മണത്ത് നോക്കിയാ നല്ല മണല്ലേ. മസാല മൂടി വെച്ചതാണ് ഇരിക്കുന്നത്. ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഈ വൈറ്റ് കളറില്ലേ, ഇതിനെ എടുത്തിട്ട് ചട്ടിയിലിട്ട് കൊടുക്കുക. എന്തിനാ വെച്ചാൽ അതിൻ്റെയാണ് നെയ്യ്. ഇതിൽ ഞാൻ ഒരു തുള്ളി എണ്ണ ചേർക്കില്ല, വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കില്ല, നെയ്യുമില്ല, വേറെ നെയ്യൊന്നും ചേർക്കില്ല.
ഇതിൻ്റെ ഫാറ്റാണ് ഇതിൻ്റെ കറീൻ്റെ ഉള്ള ഇത്. ഇതിൽ അത്ര എണ്ണ കിട്ടും ഇതിൽ, തെളിഞ്ഞു വരും. അത് മതി കറിക്കുള്ളത്. ഇതിങ്ങനെ പെറുക്കി പെറുക്കി എല്ലാം ഇട്ടിട്ട് ഇതിങ്ങനെ ഉരുക്കി വരണം, എന്നിട്ടേ ഇതിൽ മസാല ചേർക്കുള്ളൂ. അപ്പൊ ആ നെയ്യ് അധികം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റം ചെയ്യാം. എന്തായാലും നെയ്യിന്റെ അംശം അതിൽ വേണമല്ലേ? നെയ്യിന്റെ അംശം വേണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. എല്ലാവരും പറഞ്ഞ് നെയ്യ് ഇങ്ങനെ കോരിയൊക്കെ മാറ്റും. കൊളസ്ട്രോൾ ഒന്നും ഇതിൽ കൂടുതലൊന്നുമില്ല. അങ്ങനെയൊക്കെ ബീഫ് കഴിക്കുന്നത് എന്ത് പറയണം, ബീഫില് അല്ലെ കൊളസ്ട്രോൾ കൂടുതൽ എന്ന് പറയണു. അപ്പൊ അത് ഇതായി വരട്ടെ, ചൂടായിട്ട്. ഇത്ര നെയ്യ് കിട്ടി ഇപ്പോൾ ഞാൻ ഇട്ടപ്പോൾ. ഇതിപ്പോൾ ഞങ്ങൾ 1.5 കിലോ ഇറച്ചി മേടിച്ചതിലിപ്പോൾ ഉള്ള നെയ്യാണ് ഇത്. മിനിമം ഒരു 2 കിലോ ഇറച്ചി മേടിക്കുമ്പോൾ ഒരു 1/2 കിലോ നെയ്യെങ്കിലും ഇതിൽ വേണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാൻ ഇത് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ചതച്ച് കൊണ്ടുവരാം. അതിനുള്ള മസാല എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് ചെറിയ ഉള്ളി, വലിയ സവോളയും ഇടാം, ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർക്കാറ്. എനിക്ക് ചെറിയ ഉള്ളി കൂടുതൽ, ചെറിയ ഉള്ളിയാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ഇതാ കാന്താരി. ഇത് ഇത്ര കാന്താരി ഉണ്ട്. ഇത് 2 കുടം ഇത്ര പോലത്തെ 2 കുടം വെളുത്തുള്ളിയാണ്. ഇത് ഒരു ഇത്ര നീളം ഉണ്ടാവും ഇഞ്ചി. ഇത്ര ഇഞ്ചി ഇത്ര മതി. ഇത് നാടൻ ഇഞ്ചിയാണ്, അതുകൊണ്ട് ഇത്ര മതി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ഇതാ ഈ ലെവലായി ഇപ്പോൾ നെയ്യ്. ഇതൊക്കെ നേരത്തെ ഇട്ടതാണ്. വേണ്ട, ഇനി ഇതിൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് കാണുമ്പോൾ അധികം പറ്റാവും. ഇത് വേണമെങ്കിൽ കുറച്ച് കോരി മാറ്റാട്ടാ, നമുക്ക് ഇത്ര നെയ്യ് വേണ്ട അല്ലേ? എനിക്കറിയില്ല, കുറച്ച് മാറ്റാം നമുക്ക്. വേണ്ട, ഇത് നെയ്യ് മാറ്റിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കിത് തിന്നുമ്പോൾ മട്ടിപ്പാവണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റുന്നതാണ്. മടുപ്പൊന്നും ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവർക്ക് ഒരു മടുപ്പുണ്ടാവില്ല. ഇതാണ്ട് ഇത്രയും നെയ്യ് കിട്ടിയില്ല. ഇത് മതി, അത് മാറ്റണ്ട, അതവിടെ ഇരുന്നോട്ടെ. അത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേ ചതച്ച് കൊണ്ടുവന്ന ഇഞ്ചിയും പച്ചമുളകും എന്ന് പറഞ്ഞാൽ കാന്താരി കേട്ടാ, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, ഈ സാധനം അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, ചെറുപൊടി ഇട്ടു. ഇത് നല്ല ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ഈ പോർക്ക് മസാല പരത്തി വെച്ചിട്ടില്ലേ, മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൽ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കില്ല. വെറും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മസാല പൊടിച്ചില്ല, ആ മസാല മാത്രമേ ഇതിന് ഇടുന്നുള്ളൂ. അങ്ങനെ ഇതൊന്ന് വടി വരട്ടെ. അങ്ങനെ ഇതൊക്കെ നല്ലോണം വാടി വരണം ഈ നെയ്യിൽ തന്നെ. ഇതിലൊരു സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്താണെന്നറിയാം, കുറച്ച് പെരിഞ്ജീരകം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഇത് കറക്റ്റായിട്ട് പറയുന്നില്ല, അതിൽ ഞാനിത് ചേർക്കും, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉള്ളിയൊക്കെ വാടി സെറ്റ് ചെയ്താൽ നല്ല മൂത്ത് വന്നു. അത് ഈ നെയ്യിൽ തന്നെ കേട്ടാ. ഇത് കണ്ടില്ലേ, ഒരു തുള്ളി എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല. ഈ നെയ്യിൽ തന്നെ കിടന്നിട്ടാണ് ഇത് വാടുന്നത്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പോർക്ക് നെയ്യിലിട്ട് കൊടുക്കാം. അത്ര ആദ്യം ഇട്ടത് ഞാൻ ഇതിൻ്റെ നെയ്യിനെ മാത്രം ഇട്ട് കൊടുത്താണ്. ഇനി ഇത് ഇറച്ചിയാണ്, ഇത് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം.
അപ്പം നമുക്കിത് വെന്തോന്ന് നോക്കാട്ടാ. ഓക്കെ. ആ എല്ലാം റെഡി ആയിട്ടുണ്ട്. തെറിക്കൂട്ടാ. നമുക്കതിൽ ഇനി മസാല ഇട്ട് കൊടുക്കാം. നെയ്യ് തെളിഞ്ഞ് വരുന്നേണ്ട. ഒന്ന് മാറി നിന്നാൽ തെറിക്കും. തീ കുറയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാലയല്ലേ അത് ഇട്ട് കൊടുക്കാം. ഇതണ്ട 3 സ്പൂൺ ഇട്ടു. ഇത് കറക്റ്റാണ്. അത് ഞാൻ കുറച്ച് ഒന്ന് പുറകോട്ടാക്കിയതാണ്. അതിനുണ്ട് ഇപ്പോൾ വിചാരിച്ച പോലെ ബ്ലാക്ക് കളറായില്ലേ? ഡ്രൈ ആയിട്ടുണ്ട്. അതതിൻ്റെ നെയ്യാണ്. ഇനി ഇതിലേക്ക് ഒരു സാധനം ഒഴിക്കാനുണ്ട്. എന്താ സാധനം എന്നറിയോ? അതാണ് ഇത്. കൊടംപുളി. കൊടംപുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നില്ല കൊടംപുളി, അതിൻ്റെ എസെൻസ് ആണ് ഇത്. എസെൻസ് എന്ന് പറയുന്നത് നീര്. അതിൻ്റെ അമ്മ ഉണ്ടാക്കിയ സാധനമാണിത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്പൂണിൽ ഒഴിച്ചിട്ട് ഞാൻ ഇത് ഒഴിക്കുന്നുണ്ട് കേട്ടാ. ഇതൊക്കെ ഇതാണ്. ഇത് ഇത്ര വേണ്ടു കേട്ടോ. ഇത് ഇത്രയും നല്ല സ്ട്രോങ്ങാ. ആ ഇത് ഇത്ര ഇങ്ങനെ അത്രയും പുളിയാണ് ഈ സാധനം. ഇത് അത്രയും കട്ടിയ കണ്ടില്ലേ? അത് മതി. അതന്നെ കൂടും. അത്രയും ഒഴിക്കണ്ടോ ഇല്ലേ? ഇനി അതിനൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതെവിടെ ഇരിക്കട്ടെ. ഇത് നിറച്ചുണ്ട്. ഇതുണ്ടല്ലേ? നമുക്കിവിടെ നല്ല ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് ഞങ്ങൾ തക്കാളി ചേർക്കില്ല. ഈ പുളിയാണ് ഇതിൽ ചേർക്കുക. കൊടംപുളീൻ്റെ എസൻസ്. ആ മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നില്ലേ? ഇതുണ്ടാ. ഇനി നമുക്ക് അതിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടെ. മല്ലിച്ചപ്പ് ഒരു പച്ചമുളക് കട്ട് ചെയ്തത്. ഇനി കുറച്ച് കരിവേപ്പില. രാവിലെ പൊട്ടിച്ച് വെച്ചാൽ നോക്കിയേ വാടിപ്പോയി. ഇവനൊന്ന് മിക്സ് ചെയ്യാം. എങ്ങനെയുണ്ട് നോക്കിയാ അല്ല പറഞ്ഞാല് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണം. ഞാൻ ഇതിലൊന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് നേരത്തെ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഇതാ ഈ സ്പൂണിൽ ഇട്ട ഉപ്പാണ്. പിന്നെ ഇട്ടിട്ടില്ല. ഇനി പുറത്ത് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചി ഉപ്പും മുളക് ഇട്ട് മിക്സ് ചെയ്തില്ലേ? അപ്പോൾ ഇട്ടതാണ്. ഇത്ര ഉപ്പ് ഇനി വേണ്ടു. ആ ഇനി ഇത്ര ഉപ്പ് ഇടുണ്ടോ? അപ്പോൾ ഈ സ്പൂണിൽ ചെറിയ സ്പൂണിൽ 1.5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഞാൻ ഉപ്പ് അവരവരെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാട്ടോ. എന്നാ ഇത് ഏട്ടാ ഒന്ന് ടേസ്റ്റ് നോക്കുവോ? ഓ ടേസ്റ്റ് നോക്കാലോ. എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ഉണ്ട്. അതെ അടിപൊളിയുണ്ട്. എനിക്കുണ്ടാ വയലിട്ട് ഒരു കഷ്ണം അടിക്കട്ടെ. വേണ്ട നെയ്യ്. ഇതൊക്കെ നെയ്യാട്ടാ. അതിൻ്റെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടില്ല ഇതിൽ. ശരി. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലല്ലോ? ഇല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്.
വേവൊക്കെ കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അതിന് ആ മസാലയുടെ ആ കറക്റ്റ് മിക്സിങ്ങും എല്ലാം കറക്റ്റ് വന്നാൽ നല്ല ടേസ്റ്റാണിത്. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാർക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ശ്രീലകം ഫാമിലി കടവല്ലൂർ എന്നാണ്. അടിച്ചാൽ വീഡിയോ ഒക്കെ കിട്ടും. അപ്പം അത് കുറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ബെൽ ബട്ടണും അമർത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വരാം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നന്ദി.